ഇന്ന് ഉമ്മാന്റിപ്പാന്റെയും കൂടെ തോട്ടത്തിൽ കൂടെ ഒക്കെ നടക്കാൻ പോയിട്ടോ. ആടുകൾക്ക് കൊടുക്കാനുള്ള പുല്ല് പറിക്കാനാണ് ഹെയ്സ് കഷ്ടപ്പെട്ടത്. കുറച്ച് പുല്ല് പറിച്ചെടുത്തപ്പോൾ ഓള് ഹാപ്പി. ഒരു വൈകുന്നേരം സമയത്ത് കണ്ടോ നല്ല ഭംഗി ഇവിടെയൊക്കെ കാണാൻ. പക്ഷെ വീടിന്റെ തൊട്ട പിന്നിലാ പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ ഇറങ്ങില്ല. ഇവിടെ രണ്ട് തരം ഉണ്ട് കേട്ടോ ആടുകള്. ഇതാണ് നമ്മളെ ഷീപ്പ് ചെമ്മരിയാട്. പിന്നെ ഇതാ ഈ ആടുകൾ. ഇവർ നമ്മളെ കണ്ടാൽ തന്നെ അടുത്തേക്ക് വരും കേട്ടോ. പക്ഷെ ചെമ്മരിയാടുകൾ കണ്ട കൂട്ടത്തോട് ഓടി ഒളിക്കും. ഹെയ്സും കൂടെ വരുന്ന തന്നെ ഈ പുല്ല് കൊടുക്കാനാണ് കേട്ടോ. അത് പോണവരെയും കൊടുത്തോണ്ടിരിക്കും പാവം. പിന്നെ ഏതെങ്കിലും കുഞ്ഞി ആടിനെ കണ്ടാല് കൊണ്ടുപോകാന്നും പറയും. ഇവർക്ക് കൊടുക്കാനുള്ള പുല്ലൊക്കെയാണ് കേട്ടോ ഇതായിരിക്കണത്. തോട്ടത്തിലെ ഓരോ പണികൾക്കായിട്ട് ഇവിടെ കുറച്ച് പണിക്കാരുണ്ട്. ഇത് ആടുകൾക്ക് കൊടുക്കാനുള്ള എന്തോ ഭക്ഷണമാണ്. ചോളോനൊക്കെ കാണാനുണ്ടായില്ല. എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള കാര്യം എന്ന് വെച്ചാല് ഇവിടെ ഗേറ്റ് തുറന്നിട്ടാലും ഒരെണ്ണം പോലും പുറത്തു പോയില്ല. അവർക്ക് വേണ്ടതെല്ലാം അങ്ങോട്ട് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അവരുടെ കംപ്ലീറ്റ് ഫാമിലി അവിടെയാണല്ലോ. എല്ലാ ആടുകളും ഇങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ? അതോ പുറത്ത് ഫ്രീ ആയി നടക്കാൻ ആഗ്രഹിക്കുന്ന ആടുകൾ ഉണ്ടാവോ? ആവോ, എനിക്കറിയില്ല. എന്തായാലും ഇപ്പുറത്തെ ഭാഗത്ത് ഭക്ഷണം കൊടുക്കുമ്പോൾ അപ്പുറത്തുള്ള ആടുകൾക്ക് ഒരു സമാധാനമുള്ള കേട്ടോ. അവിടെ കടന്ന് ഒച്ച ഉണ്ടാക്കുകയാണ് ബാ ബാ പറഞ്ഞിട്ട്. ഇനി അരിഞ്ഞു വെച്ചിട്ടുള്ള ഫ്രഷ് പുല്ല് കൊണ്ടിട്ട് കൊടുക്കുകയാണ്. ഇവിടുത്തെ കൊടുക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇനി അപ്പുറത്തെ കൂട്ടിലും കൂടി കൊടുത്താലാണ് എനിക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ. കാരണം അത്ര കരച്ചിലാണ് അവര്. അതിനിടയിൽ ഹേസുവിന്റെ കയ്യിൽ ഏതോ ആട് നക്കിന്ന് പറഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ. അവള് ആട് ജീവിതമൊക്കെ കഴിഞ്ഞിട്ട് ഇനി കോഴികളെ കാണാൻ പോവാണ്. പക്ഷെ കോഴികളെ ഈ സമയത്തായതുകൊണ്ട് കാണാൻ പറ്റിയില്ല. അപ്പൊ പിന്നെ കാണാം. ഇന്ന് ഉമ്മാന്റിപ്പാന്റെയും കൂടെ തോട്ടത്തിൽ കൂടെ ഒക്കെ നടക്കാൻ പോയിട്ടോ. ആടുകൾക്ക് കൊടുക്കാനുള്ള പുല്ല് പറിക്കാനാണ് ഹെയ്സ് കഷ്ടപ്പെട്ടത്. കുറച്ച് പുല്ല് പറിച്ചെടുത്തപ്പോൾ ഓള് ഹാപ്പി. ഒരു വൈകുന്നേരം സമയത്ത് കണ്ടോ നല്ല ഭംഗി ഇവിടെയൊക്കെ കാണാൻ. പക്ഷെ വീടിന്റെ തൊട്ട പിന്നിലാ പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ ഇറങ്ങില്ല. ഇവിടെ രണ്ട് തരം ഉണ്ട് കേട്ടോ ആടുകള്. ഇതാണ് നമ്മളെ ഷീപ്പ് ചെമ്മരിയാട്. പിന്നെ ഇതാ ഈ ആടുകൾ. ഇവർ നമ്മളെ കണ്ടാൽ തന്നെ അടുത്തേക്ക് വരും കേട്ടോ. പക്ഷെ ചെമ്മരിയാടുകൾ കണ്ട കൂട്ടത്തോട് ഓടി ഒളിക്കും. ഹെയ്സും കൂടെ വരുന്ന തന്നെ ഈ പുല്ല് കൊടുക്കാനാണ് കേട്ടോ. അത് പോണവരെയും കൊടുത്തോണ്ടിരിക്കും പാവം. പിന്നെ ഏതെങ്കിലും കുഞ്ഞി ആടിനെ കണ്ടാല് കൊണ്ടുപോകാന്നും പറയും. ഇവർക്ക് കൊടുക്കാനുള്ള പുല്ലൊക്കെയാണ് കേട്ടോ ഇതായിരിക്കണത്. തോട്ടത്തിലെ ഓരോ പണികൾക്കായിട്ട് ഇവിടെ കുറച്ച് പണിക്കാരുണ്ട്. ഇത് ആടുകൾക്ക് കൊടുക്കാനുള്ള എന്തോ ഭക്ഷണമാണ്. ചോളോനൊക്കെ കാണാനുണ്ടായില്ല. എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള കാര്യം എന്ന് വെച്ചാല് ഇവിടെ ഗേറ്റ് തുറന്നിട്ടാലും ഒരെണ്ണം പോലും പുറത്തു പോയില്ല. അവർക്ക് വേണ്ടതെല്ലാം അങ്ങോട്ട് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അവരുടെ കംപ്ലീറ്റ് ഫാമിലി അവിടെയാണല്ലോ. എല്ലാ ആടുകളും ഇങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ? അതോ പുറത്ത് ഫ്രീ ആയി നടക്കാൻ ആഗ്രഹിക്കുന്ന ആടുകൾ ഉണ്ടാവോ? ആവോ, എനിക്കറിയില്ല. എന്തായാലും ഇപ്പുറത്തെ ഭാഗത്ത് ഭക്ഷണം കൊടുക്കുമ്പോൾ അപ്പുറത്തുള്ള ആടുകൾക്ക് ഒരു സമാധാനമുള്ള കേട്ടോ. അവിടെ കടന്ന് ഒച്ച ഉണ്ടാക്കുകയാണ് ബാ ബാ പറഞ്ഞിട്ട്. ഇനി അരിഞ്ഞു വെച്ചിട്ടുള്ള ഫ്രഷ് പുല്ല് കൊണ്ടിട്ട് കൊടുക്കുകയാണ്. ഇവിടുത്തെ കൊടുക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇനി അപ്പുറത്തെ കൂട്ടിലും കൂടി കൊടുത്താലാണ് എനിക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ. കാരണം അത്ര കരച്ചിലാണ് അവര്. അതിനിടയിൽ ഹേസുവിന്റെ കയ്യിൽ ഏതോ ആട് നക്കിന്ന് പറഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ. അവള് ആട് ജീവിതമൊക്കെ കഴിഞ്ഞിട്ട് ഇനി കോഴികളെ കാണാൻ പോവാണ്. പക്ഷെ കോഴികളെ ഈ സമയത്തായതുകൊണ്ട് കാണാൻ പറ്റിയില്ല. അപ്പൊ പിന്നെ കാണാം.